ഹലോ ഗൈസ്, എൻ്റെ പേര് ആര്യൻ എന്നാണ്. എനിക്ക് 30 വയസ്സുണ്ട്. ഞാൻ ഏതാണ്ട് 10 വർഷമായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ റീസെൻ്റ്ലി എനിക്കൊരു ഇഞ്ചറി വന്നിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റാതാവുകയും എൻ്റെ ആ ഒരു ഫിസിക്ക് ഇപ്പോൾ ഔട്ട് ഓഫ് ഷേപ്പായി മാറുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഒരു കാലയളവിലാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഒരു സർട്ടിഫിക്കേഷൻ നേടുകയും ചെയ്തത്. അപ്പോൾ എനിക്ക് ഇത്രയും നാളുകൊണ്ടുള്ള എൻ്റെ എക്സ്പീരിയൻസും പിന്നെ എനിക്ക് വന്ന ഈ ഇഞ്ചറിക്ക് ശേഷം ഉണ്ടായ എനിക്ക് വന്ന തെറ്റുകൾ എന്തൊക്കെയാണ് കറക്റ്റായിട്ട് ചെയ്യാനുള്ളത് എന്നൊക്കെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളും നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വന്ന ഇഞ്ചറി എന്ന് പറയുമ്പോൾ ടെന്നീസ് എൽബോ പെയിനാണ്. ഇതിപ്പോൾ കോമൺ ആയിട്ട് ഒരുപാട് പേർക്കും ഉണ്ട്. എനിക്ക് അറിയുന്നുള്ള ആൾക്കാർക്കും കോമൺ ആയിട്ട് വന്ന ഇഞ്ചറിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴും മനസ്സിലായി ഇത് വളരെ കോമൺ ആയിട്ട് സ്പോർട്സ് ഇഞ്ചറീസിൽ ഉള്ള ഒന്നാണ്. അപ്പോൾ നമ്മൾ നെറ്റിലൊക്കെ ഈ ഇഞ്ചറിയെ കുറിച്ച് നോക്കിയാലും അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഡോക്ടർമാരെ പോയി കാണുമ്പോഴും നമുക്ക് കിട്ടുന്ന അഡ്വൈസ് എന്ന് പറയുമ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷനും പിന്നെ പെയിൻ കില്ലറും എടുക്കാനാണ്. അതൊരു പോയിൻ്റ് വരെ ഓക്കെയാണ്, കാരണം നമുക്ക് സഹിക്കാൻ പറ്റാത്ത പെയിൻ ആകുമ്പോൾ പെയിൻ കില്ലേഴ്സിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക്, ഞാൻ ചെയ്ത മിസ്റ്റേക്ക് അത് തന്നെയാണ്. ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യും. ശരിക്കും അങ്ങനെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ടെന്നീസ് എൽബോ പെയിൻ ഹീലാവുന്നില്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ടെന്നീസ് എൽബോ പെയിൻ അല്ലെങ്കിൽ ലാറ്ററൽ എപ്പിക്കോണ്ടിലൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലമേഷൻ അല്ല. ശരിക്കും അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിലും ഇത് ശരിക്കും ടെൻഡൻ ഡീജനറേഷനാണ്. അതായത് നമ്മൾ ടെൻഡൻ ഓവർ യൂസായി വരുമ്പോൾ അത് ലോഡ് ആവാം അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് മോഷൻസ് കാരണമാവാം. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഇഞ്ചറിയാണ് ടെൻഡൻ ഡീജനറേഷൻ ഇഞ്ചറിയാണ് ടെന്നീസ് എൽബോ പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഹീൽ ചെയ്യണമെങ്കിൽ ആ ഭാഗം സ്ട്രെങ്തൻ ചെയ്തേ പറ്റൂ. അതായത് സ്ട്രെങ്തനിങ് എക്സസൈസ് വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വർക്കൗട്ട് എക്സസൈസ് നിർത്തിക്കഴിഞ്ഞാൽ ഈ ഭാഗം ഹീലാവില്ല. നമ്മളിനി ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻ എടുത്താലും അല്ലെങ്കിൽ ഓവർ ദ ടോപ്പായിട്ടുള്ള കോർട്ടിസോൺ ഇഞ്ചക്ഷൻ എടുത്താലും നമുക്കതൊരു ഒരു ഷോർട്ട് ടൈം റിലീഫ് തരും എന്നല്ലാതെ അതുകൊണ്ട് നമ്മുടെ ഈ ടെൻഡൻ ഹീലാവില്ല. നമ്മൾ ഹീലായെന്ന് വിചാരിച്ച് വീണ്ടും ഒരു ഹെവി വർക്കൗട്ടോ എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും വീണ്ടും നമുക്ക് പെയിൻ അനുഭവപ്പെടുന്നത്. ഇനി അതുപോലെ ടെന്നീസ് എൽബോ പെയിൻ ഉള്ളപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അപ്പാരറ്റസ് ആണ് ഇത് ടെന്നീസ് എൽബോ ബ്രേസ് എന്ന് പറയും. ഇത് ശരിക്കും ഒരു മെഡിക്കേഷനോ അല്ലെങ്കിൽ ഇത് ക്യൂറോ അല്ല. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുമ്പോൾ ടെന്നീസ് എൽബോ പെയിൻ ഉള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലും നമ്മൾ ഈ കൈ കൊണ്ട് ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു സ്ട്രെയിൻ നമ്മുടെ ഈ ഭാഗത്ത് വരാതെ അതിനൊന്ന് മാറ്റി ആ ലോഡിനൊന്ന് മാറ്റിയിട്ട് നമ്മുടെ ടെൻഡൻ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആവാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇത് ഇട്ടത് കൊണ്ട് ടെന്നീസ് എൽബോ പെയിൻ മാറും എന്നല്ല. ഇത് നമുക്ക് ആ ടെന്നീസ് എൽബോ പെയിൻ ഉള്ള സമയത്ത് മറ്റ് വർക്കുകൾ ചെയ്യാനായിട്ട് ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സഹായമായിട്ട് ഉപയോഗിക്കാം, അത്രയേ ഉള്ളൂ. ഇനി ശ്രദ്ധിക്കാനുള്ളതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ടെന്നീസ് എൽബോ പെയിൻ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നേരെ നമ്മൾ ഫിസിക്കൽ തെറാപ്പി ചെയ്യാൻ പോയോ അല്ലെങ്കിൽ നെറ്റിൽ ഏതെങ്കിലും എക്സസൈസ് കണ്ടിട്ട് അത് ഫോളോ ചെയ്യുന്നതിനൊരു കുഴപ്പമുണ്ട്. ശരിക്കും അധികം ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല, അധികം നെറ്റിൽ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ടെന്നീസ് എൽബോ പെയിൻ എന്ന് പറയുമ്പോൾ 6 ടൈപ്പ് ഉണ്ട്. ഈ 6 ടൈപ്പിൽ ഏതാണ് നമുക്ക് എന്ന് നോക്കിയിട്ട് അസസ് ചെയ്തിട്ട് വേണം അതിന് ടൈലർ മെയ്ഡായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളത്. കൂടുതലായി നമ്മൾ കണ്ടിട്ടുള്ള ഒരു എക്സസൈസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഈസെൻട്രിക് മോഷൻ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഈസെൻട്രിക് മോഷൻ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ നമുക്ക് ഇഞ്ചറി വന്നിട്ടുള്ളത് ഏത് ടൈപ്പാണ്, 6 ടൈപ്പിൽ ഏത് ടൈപ്പാണെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ എക്സസൈസ് വേരിയേഷൻ സെലക്ട് ചെയ്യേണ്ടത്. ഈ 6 ടൈപ്പ് ഏതൊക്കെയാണെന്നും അത് എങ്ങനെയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അസസ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതും നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതോടൊപ്പം തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് ടെന്നീസ് എൽബോ പെയിൻ ഉള്ളപ്പോൾ തന്നെ അതനുസരിച്ച് നമ്മുടെ വർക്കൗട്ട് എങ്ങനെ ക്രമീകരിക്കാമെന്നും എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യാമെന്നും നമുക്ക് പറയാം.